ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 24 ആണ് കേട്ടോ, സാറ്റർഡേ. ഇപ്പം സമയം 5:30 കഴിഞ്ഞു വെളുപ്പിന്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് എന്താ കുളിച്ചൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാണ്. നമ്മളെല്ലാ കൊല്ലവും പോവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെളുപ്പിന് പോകും, നാളെയാണ് പൊങ്കാല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നമ്മുടെ വിറക് സംഭവങ്ങൾ പിന്നെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കണം. നമ്മൾ ഇവിടെ നിന്നൊരു ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് വരെ ട്രാവലർ വരുള്ളൂ. അപ്പോൾ അവിടേക്ക് പോയി സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടിയും പോകണം. 6 മണിക്ക് പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കണേ. പക്ഷെ മിക്കവാറും എന്തായാലും വൈകും, കാരണം എല്ലാ പ്രാവശ്യവും വൈകാറാണ് പതിവ്. അപ്പം നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ആദ്യം വിറകും ബാഗും ഒക്കെ കൊണ്ടുപോകാം കേട്ടോ. സ്കൂട്ടറിലേക്ക് എടുത്ത് വെച്ചതാണ് കാണാൻ പറ്റാൻ. നേരം വെളുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ട്രാവലർ. അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞിട്ട് പപ്പ രണ്ടാമത്തെ സെറ്റ് ബാഗൊക്കെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു, കാരണം ബാഗൊക്കെ ഇവിടെ വെച്ചേക്കാണല്ലോ. ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. പപ്പ പോയിട്ട് അടുത്ത സാധനങ്ങളും ഇനി അമ്മേനെയും കൊണ്ടുവരാൻ പോയി. 27 പേരുടെ സീറ്റുള്ള വണ്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്ഥലത്തൊക്കെ ബാഗായിരുന്നു. സെക്കൻഡിൽ പോവാണ്. ഈ വണ്ടി ഫുൾ ആൾക്കാരും സാധനങ്ങളും ഒക്കെയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അവള് ഇപ്പോ വൻ തിരക്കിലായിരുന്നു. ഇത് ഞാൻ ചുമ്മാ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ പൊങ്കാലയ്ക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. സെറ്റ് മുണ്ടും ബ്ലൗസും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ സെലക്ഷൻസ് ഒക്കെ നോക്കി. ഇതിപ്പോൾ ഞാൻ സാരിയുടെ സെറ്റിൽ ജസ്റ്റ് നോക്കിയത്, എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെന്താ കുറേ സാരികൾ അതങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ സെറ്റ് മുണ്ട് കേട്ടോ. ഈ കാണുന്ന ബ്ലാക്ക് അല്ല കേട്ടോ വാങ്ങിച്ചത്, ബ്ലാക്ക് ഇതിൻ്റെ സെയിം ഡിസൈനിലുള്ള ബ്രൗൺ ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അതായിട്ട് ഫുഡ് കഴിച്ചു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അടുത്ത ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയതാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങാൻ പോയ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത ചേച്ചിമാരെ കൊണ്ട് തയ്പ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാണ്. കോട്ടയത്താണ്. അഭിനയം മതി, ചിരി വരണ്ട് സൈഡിൽ കൂടെ. ഇവര് കുറച്ചു നേരം ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. എന്താ ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തില്ല. ഞാൻ ചപ്പാത്തിയും തക്കാളിക്കറിയുമാണ് വെറുതെ ദോശ കഴിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിലേക്ക് കയറി. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ലഞ്ചും പൊതിഞ്ഞെടുത്തിരുന്നു. അങ്ങനെയാണ് കൊണ്ടുപോകാറ്. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് പുറത്തെടുത്തു. അപ്പം നമ്മൾ ഇവിടെ പാട്ട് പാടാൻ തുടങ്ങാൻ കേട്ടോ. അപ്പം ആദ്യം തന്നെ ഗ്രൂപ്പ് സോങ് ആണ്. വേണം അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. വേണം അടുത്തോരമ്പലം വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു
പാട്ടൊക്കെ പാടി പിന്നെ നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ചു. എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്താക്ഷരി കളിച്ചപ്പോൾ ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുൾ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തി. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വണ്ടി നിർത്തിയത്. കുറച്ചുകൂടി നടന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ പേര് ദേവൂസ് എന്നാണ്. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ലാൻഡ് ആയിരിക്കുകയാണ്. വയ്യ ഗൈസ്, തീരെ വയ്യ. സോ മച്ച് എക്സോസ്റ്റഡ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് നടന്ന് പിന്നെ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങളെന്താ ഇങ്ങനെ പോണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അതെ, നല്ല വെയിലാണ് ഗൈസ്. നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് വരെ നടന്നാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് പിടിച്ച് പോകും. കുറച്ച് നടക്കാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ സൈഡിൽ കുറേ ഇഷ്ടികയൊക്കെ കണ്ടില്ല. അത് ആൾക്കാർ സ്ഥലം പിടിച്ച് വെക്കുന്നത് കേട്ടോ പൊങ്കാല ഇടാൻ. അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടില്ല. അപ്പം നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിടും. ഇവിടെ ഇഷ്ടികയൊക്കെ വാങ്ങിക്കാൻ പറ്റും. നല്ല റേറ്റാണ്. കാരണം അത്യാവശ്യം എന്താ പറയുക, അവർക്ക് നല്ല കച്ചവടം കിട്ടും. അതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യും എന്തായാലും ഈ ആവശ്യം കൊണ്ട്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ 2 ബസ്സായിട്ടാട്ടോ വന്നത്. കുറച്ച് പേര് ആ ബസ്സിലും ഈ ബസ്സിലും, കാരണം എല്ലാവർക്കും ഈ ബസ്സിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പം നമ്മൾ അടുത്ത ബസ്സിലെ ആൾക്കാർ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ കുറച്ച് നേരം. ക്യൂ നിൽക്കാണ്. ക്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊട കാരണം മര്യാദക്കൊന്നും കാണുന്നില്ല. ഇപ്പം കാണുന്നത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ക്യൂ ആണ് കേട്ടോ. ഈ ക്യൂ തന്നെ ഇത്രയും. അതിൻ്റെ ഉള്ളിൽ പിന്നെ പറയാനില്ല, അമ്മാതിരി ക്യൂ ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ 4 മണിക്ക് കയറിയിട്ട് 15 എത്ര മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നു? എത്ര മണിക്കൂറാണ് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വൻ പ്രശ്നം നടന്നത്. നടിയിടി വേണം. അതെ, ആൾക്കാർക്ക് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി. എന്തോരം നേരമാണെന്നറിയോ ക്യൂവിൽ നിന്നത്. നല്ല തിരക്കായിരുന്നു. പിന്നെ എന്താ പറയുക, ആൾക്കാരൊക്കെ കൂടി ഇടയ്ക്ക് കയറും. പിന്നെ ഉന്തും തള്ളും ബഹളവും. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വീണ നായറിനെ കണ്ടത്, ആർട്ടിസ്റ്റ്. അപ്പോൾ ആളായിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തു. സമയം 11 മണിയായി. എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് നിന്ന ക്യൂ ആണ്. ഇപ്പം തൊഴുത് ഇറങ്ങി വന്നോളൂ. കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കണു. ഇവിടെ ഭയങ്കര ജനങ്ങളും തിരക്കും ഒച്ചപ്പാടൊക്കെയാണ്. അതാണ് പറയുന്നത്. കുറേ വികാസങ്ങൾ ഒക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ വഴിയെ പറയാട്ടോ. പറയാൻ സമയം കിട്ടോ ഓർമ്മയുണ്ടോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചെല്ലാൻ കുളിക്കാൻ നാളെ പൊങ്കാല ഇടാനുള്ള സമയം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. പിന്നെ അവിടുത്തെ ഉത്സവമല്ല, വലിയൊരു ഉത്സവമാണ് കേട്ടോ കേരളത്തിൽ തന്നെ. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക, തെയ്യം അങ്ങനത്തെ സംഭവങ്ങൾ, കാവടി അതൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ല എന്താ പറയുക ജനങ്ങളായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ എന്താ ഉത്സവമൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ചെരുപ്പൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെരുപ്പ് ഊരിയിട്ടു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആ ചെരുപ്പുകളൊക്കെ പല പല സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ചെരുപ്പൊക്കെ, കുറേ പേരുടെ ചെരുപ്പൊക്കെ മിസ്സായി. എനിക്ക് പക്ഷെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടോ. തിരിച്ച് പിന്നെ ബസ്സിൽ കയറിയിട്ട് പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും സ്പ്ലിറ്റ് ആയി പോയിട്ടോ ഗ്രൂപ്പിൽ നിന്ന്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരെയും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി. ഞാൻ നെയ്റോസ്റ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരു കാപ്പിയും വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാവരും കഴിക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പൊങ്കാലക്കലൊക്കെ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. കലവും മൺതവിയാണ് വാങ്ങിച്ചത്. പല പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. നമ്മളിവിടെ അടുത്ത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളൂ. അപ്പം നല്ലോണം സെലക്ട് ഒക്കെ ചെയ്തെടുത്തു. ഓട്ടയൊന്നും ഇല്ലാത്തത് നോക്കി. ഗുഡ് നൈറ്റ് ഗൈസ്. ഇന്ന് നാളെ രാവിലെ കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങാണ്, നമ്മുടെ അടുപ്പിൻ്റെ ഒക്കെ അവിടേക്ക്. കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല, സൈഡിൽ പാട്ടൊക്കെ വെച്ചിട്ട്. ഇങ്ങനെയുണ്ട് ഗൈസ് എന്നെ കാണാൻ. സെറ്റിൽഡാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അടുപ്പൊക്കെ കൂട്ടണേൻ്റെ അടുത്ത്. അപ്പോൾ അത് കുടിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ, അല്ലേ ഞാൻ കുടിക്കില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പിടിച്ച സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ചന്ദനമൊക്കെ തേക്കുകയാണ് കേട്ടോ, കലത്തുമ്മ ഒന്ന് അണിയാൻ വേണ്ടിയിട്ട്. പിന്നെ ബസ് കുറച്ച് ദൂരെയാണ് കേട്ടോ പാർക്ക് ചെയ്തിരുന്നത്, ഞങ്ങൾ വന്ന ട്രാവലർ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിറകൊക്കെ ഇറക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വിറക് ഇറക്കാൻ അമ്മയാണ് കേട്ടോ എടുക്കാൻ പോയത്. ഞങ്ങളുടെ വിറക് കാരണം അമ്മ എന്നെ അവിടെ കാവൽ നിർത്തിയേക്കായിരുന്നു. നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ച്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോയിട്ട് നമ്മൾ പേപ്പർ എടുക്കാൻ വീണ്ടും വന്ന് റൂം തുറക്കട്ടെ. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നേക്കാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെന്താ സംഭവം എന്ന് കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആറ്റുകാൽ അമ്പലത്തിലൊരു വലിയ ഉത്സവമാണിത്. അപ്പോൾ ഇവിടെ മിക്ക ജില്ലയിൽ നിന്നുള്ള സ്ത്രീജനങ്ങൾ വന്ന് ഇവിടെ പൊങ്കാലയിടും. അത് വലിയൊരു ഉത്സവമാണ്. നമ്മുടെ ആഗ്രഹമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് പറയുന്നത് ഇവിടെ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു ചമ്മല്. അപ്പം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇടാറുണ്ട്. ഞങ്ങളിവിടെ അടുത്ത് ഒരു ദേവൂസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. അപ്പം നമ്മൾ തലേ ദിവസം പോരും. എന്നിട്ട് നമ്മളിവിടെ സ്ഥലം പിടിച്ച് വെക്കും, ഇഷ്ടികയൊക്കെ എടുത്തിട്ട്. എന്നിട്ട് നമ്മൾ പൊങ്കാല ഇടും. അപ്പോൾ എനിക്കിനി എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം ആ സമയമാകുമ്പോഴേക്കും ഭയങ്കര ചൂടായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. എന്നിട്ട് നമ്മൾ വിറക് കൊതുമ്പ് ഇതൊക്കെ കത്തിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഭയങ്കര ചൂട് ഇതൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഇട്ട മേക്കപ്പ് ചുമ്മാ ഫോട്ടോയ്ക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി ഇട്ടതാട്ടോ. കാരണം ഇത് കഴിഞ്ഞ് എന്തായാലും ഇതൊക്കെ പോകും. കാരണം മൂക്കിക്കടയും കണ്ണിക്കടയൊക്കെ വെള്ളം ഒലിച്ച് ഭയങ്കര ചൂടായിരിക്കുമല്ലോ. പക്ഷേ ഇന്ന് രാവിലെ ആണെങ്കിൽ മഴ പെയ്തു. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും മഴ പെയ്യും. അപ്പോൾ രാവിലെ 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 3:50 3:50 നമ്മൾ തളിക്കുന്നത്. കണ്ടോ ഞങ്ങളുടെ ഓലയാണ്. ഇപ്പോഴും ഞങ്ങളുടെ സാധനങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർ സാധനങ്ങൾ എടുക്കാൻ പോയേക്കാണ്. അപ്പം ഞങ്ങൾ അത്യാവശ്യം എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം. പക്ഷെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഫോണൊക്കെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കണമല്ലോ, നമുക്ക് എല്ലാം ചെയ്യണമല്ലോ. അവിടെ തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഉച്ചക്കലത്തെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ നീണ്ടു നിന്ന് നിങ്ങൾ കാണുന്നത്. രാവിലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പം നമ്മൾ കവറിൽ നിന്ന് ഓരോ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന അരി, ഉണക്കലരിയാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കത്തിക്കാനായിട്ട്
തിരിയുണ്ട്, പിന്നെ പായസത്തിലിടാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ ഉണ്ട്, പിന്നെ ഈ വിറക്, പൊതുമ്പ്, ഓല ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കലം അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നിൽക്കാൻ പറ്റില്ല, അത്ര വെയിലാണ്. അപ്പം നമ്മൾ തോർത്തൊക്കെ വെച്ചിട്ടാണ്, കെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ സെഷനൊക്കെയാണ്. ഇതിങ്ങനെ വലിയ ആൾക്കാരൊക്കെ കുറേ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ ആ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അയ്യോ അപ്പം നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കലത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു ക്യാനിൽ 2 ക്യാൻ കൊണ്ടുവന്നു, എനിക്കും അമ്മയ്ക്കും. അപ്പോൾ ഞാനിവിടെ ക്യാൻ തുറക്കാൻ കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ എത്ര ചെയ്തിട്ട്, ഞാൻ അമ്മയുടെ അടുത്ത് വീഡിയോ എടുക്കാനും പറഞ്ഞു, എത്ര ചെയ്തിട്ട് എനിക്ക് തുറക്കാനും പറ്റുന്നില്ല. അപ്പം ഞാനിവിടെ പറയുക വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷെ അമ്മ തിരിഞ്ഞു നോക്കണില്ല. എന്നിട്ട് അവസാനം ഞാൻ തുറന്നു, കണ്ടോ, ഞാൻ തുറന്നു. എന്നിട്ട് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കത് പൊക്കാനും കൂടി പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ ഒഴിച്ചു. ഇത്ര മതിയോ? അപ്പോൾ നമ്മൾ വിറകൊക്കെ വെക്കുകയാണ്. അവിടെ കർപ്പൂരം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കത്ത് പിടിക്കാനായിട്ട്. സമയം 10:15, 10:30 ആകുമ്പോഴേക്കും നമ്മുടെ ചൂട്ട് കത്തിച്ച് ഇവിടെ റെഡിയായിട്ട് നിൽക്കാം. പൊങ്കാലയിട്ട് അരിയൊക്കെ തിളച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അരി തിളയ്ക്കണേൻ്റെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ശർക്കരയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കാണ്. ഇനി ആ വെള്ളം വറ്റി ഒക്കെ ഒരു പായസം പോലെ ആവണമല്ലോ, നമ്മൾ പായസമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാണ് കേട്ടോ. വെള്ളം വറ്റാനുണ്ട്, പിന്നെ അതിന് ശേഷം നെയ്യൊക്കെ ഒഴിക്കണം, ഏലക്ക ഇടണം. അപ്പോൾ പൊങ്കാല പായസം ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2:30-ക്കാണ് തളിക്കണേ, അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നു. ലെമണിൻ്റെ ഇതിൻ്റെ പേരെന്തടി, സെവനപ്പ് പോലത്തെ സംഭവമാണ് ആ ടേസ്റ്റ്. കുറേ ഫ്ലേവറുകളുണ്ട്. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊരിവേലത്തിരിക്കുകയാണ്, അതാണ് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും പൊരിവേലത്തിരിക്കാൻ ഭ്രാന്തുണ്ടോന്ന്? ചെറുതായിട്ട്. ഞങ്ങൾക്ക് പിന്നെ ഇട്ട സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് ഭയങ്കര ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഫുഡ് ഉണ്ടായി. ഒന്ന് ചോറും കറികളും ഉണ്ടായി, പിന്നെ ഒരെണ്ണം ഫ്രൈഡ് റൈസും കറിയും, പിന്നെന്താ സാലഡും അച്ചാറൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങളത് വാങ്ങിച്ചിട്ട് പോയി ഇത് കഴിച്ചു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുണ്ടായി. ഇനിയിപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് തളിച്ച് കഴിഞ്ഞ് എല്ലാം ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോവും. അപ്പം ഞാൻ തളിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. 2:30 ആയപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് അവിടെ തിരുമേനിമാർ വന്ന് തളിച്ചു തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഇവിടെ അപ്പം തന്നെ എത്തി കേട്ടോ, കുറച്ച് നേരം ആയപ്പോഴേക്കും എത്തി. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തളിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ വാഴയില പൊക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇതിലേക്ക് അവർ തളിച്ചിട്ട് തരും. കണ്ടോ, തിരുമേനി വന്നു. അപ്പം ഞാൻ
ഇവിടെ നിൽക്കുകയാണ് സെറ്റ് ചെയ്ത്. അതിന് ശേഷം നമ്മൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. അപ്പം നമ്മൾ വാഴയില വെച്ചിട്ട് ആ കലം പൊതിയും, എന്നിട്ട് പേപ്പർ ഇട്ടിട്ടും പൊതിയും, എന്നിട്ട് നമ്മളൊരു വള്ളി വെച്ചിട്ട് കെട്ടും, എന്നിട്ട് നമ്മളൊരു ബിഗ് ഷോപ്പറിൽ ഇട്ടിട്ടാണ് വണ്ടിയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നല്ല സെക്യൂറായിട്ട് കെട്ടി വെക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും. അപ്പം നമ്മൾ ഒരു 2-3 വള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കെട്ടണേ. ഹായ് ഗൈസ്, ഞങ്ങൾ പൊങ്കാല കഴിഞ്ഞിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഉടപടലം ഡെഡ്. സോ മച്ച് ടയേർഡ്. 2 ദിവസം കഴിഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ വെൽക്കം ബാക്ക്. ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. ഞാൻ ബജ്ജി വാങ്ങിച്ചു, ദേവും ബജ്ജി, അച്ചു പരിപ്പുവട. ബജ്ജിയാണ് സൂപ്പർ. ബജ്ജിയാണ് നല്ല ചൂട് പരിപാടി. കഴിഞ്ഞിട്ട് ബസ്സിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞങ്ങൾ 3 പേരും ബാക്കിലാട്ടോ വരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് ഛർദ്ദിക്കാൻ വരലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. 9:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു സെറ്റ് ആൾക്കാർക്ക് മാത്രമാണ് ഫുഡ് കിട്ടിയുള്ളൂ, ബാക്കി ഫുഡ് തീർന്നുപോയി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു ചെറിയ കടയുണ്ടായി, തട്ടുകട. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ് കഴിച്ചത്. നമുക്ക് വെജാണ് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിച്ച് തിരിച്ച് ബസ്സിൽ കയറി. എന്നിട്ട് ഏത് സിനിമയിൽ ഫാലിമയായിട്ട് ഇട്ടേക്കണേ. കുറച്ച് നേരം ഞാൻ കണ്ടോളൂ, അതിനുശേഷം ഞാനും കിടന്നുറങ്ങി. പിന്നെ ഉറക്കമൊക്കെ എണീറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ആയപ്പോഴേക്കും വീടെത്തി. നല്ല ലേറ്റായിട്ടോ, വെളുപ്പിനാണ് നമ്മൾ എത്തിയത്. എന്നിട്ട് നടന്നു പോവുകയാണ് എല്ലാവരും. പപ്പ വന്നിട്ടുണ്ടായി ബാഗൊക്കെ എടുക്കുക, അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ കയറി. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഇത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫുൾ ഉറക്കപ്പിച്ചായിരുന്നു. എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, കാരണം എനിക്ക് ക്ലാസ്സിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവിടെ വെച്ചിട്ട് എടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.